ഇസ്ലാമോഫോബിയ ഈ ലോകത്തിലുള്ള ഒരു ശാപമാണ്. ഇസ്ലാമോഫോബിയ കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്. ഇസ്ലാമോഫോബിയയുടെ തീവ്ര വട്ടുമൂത്താണ് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നത്. സനാതന ഹിന്ദുവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ആ ഇസ്ലാമോഫോബിയ മൂത്താണ് ഗോഡ്സെ എന്ന തീവ്ര ഹിന്ദുത്വവാദിയായ തീവ്രവാദിയും മതഭ്രാന്തനും വെടിവെച്ചു കൊല്ലുന്നത്. ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ സംഘടിതമായി പ്രചരിപ്പിക്കുന്നത് നിരീശ്വരവാദികളാണ്. ആ നിരീശ്വരവാദികളിൽ പ്രമുഖരാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ് പ്രൊഫസർ സി രവിചന്ദ്രൻ സാർ, ആരിഫ് ഹുസൈൻ റൂം. ഇവരോട് രണ്ടുപേരോടും വ്യക്തിപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോഴും ഇവരുടെ നിലപാടുകളിലെ തെറ്റ് പറയാതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും അന്ധമായ മുസ്ലിം വിരോധമാണ് നയിക്കുന്നത്. രവീന്ദ്രൻ സാർക്ക് ഒരുപാട് പുസ്തകം എഴുതിയതാണ്. ഈ അന്ധത കാരണമാണ് പലപ്പോഴും ചെങ്കിസ് ഖാൻ മുസ്ലിമാണെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞൊരു തെറ്റാണ്, അദ്ദേഹം അത് അക്നോളജ് ചെയ്തു മാറ്റി. അത് അദ്ദേഹത്തിന്റെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഈ ഇസ്ലാമോഫോബിയ ലോകത്തെ നശിപ്പിക്കും. ഇസ്ലാമോഫോബിയ മാത്രമല്ല, ഹിന്ദു ഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഏത് വിഭാഗത്തോടും വംശത്തോടുമുള്ള ഫോബിയ, ജൂതഫോബിയ ആകട്ടെ, ബുദ്ധിസ്റ്റ് ഫോബിയ ആകട്ടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഫോബിയകളാകട്ടെ, ആ ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഫിയറാണ്, അസഹിഷ്ണുതയാണ്. ഞാൻ രവീന്ദ്രൻ സാറിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. എനിക്കത് കേട്ടപ്പം ഭയങ്കര വിഷമം തോന്നി. അദ്ദേഹത്തെ പോലെ സ്കോളറായ ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതിയൊരു വ്യക്തിക്ക് എങ്ങനെയാണത് പറയാൻ കഴിയുക? ഞാനൊരു ക്രോസ് ചെക്ക് ചെയ്തു, ഇനിയും വേറെ ആരെങ്കിലും വെട്ടിയിട്ടതാണോ എന്ന്. അവരുടെ തന്നെ എന്ന് പറഞ്ഞാൽ എത്തീസ്റ്റുകളുടെ തന്നെ, ആരിഫ് ഹുസൈന്റെ തന്നെ പേജിൽ ആ കാര്യം കണ്ടതാണ്. നമുക്ക് അതൊന്ന് എടുക്കാം. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത്, ഇഫ് യു ടോളറേറ്റ് ഇസ്ലാം, ഇസ്ലാം വിൽ ഗ്രോ എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം പറയുന്നതെന്ന്. നമുക്ക് എന്തായാലും ആ വരി ഒന്ന് കേൾക്കാം. എന്നിട്ട് എങ്ങനെ ഇസ്ലാമോഫോബിയ വിവേകാനന്ദ സ്വാമിയിലൂടെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഓർക്കുക, ഇസ്ലാമോഫോബിയയ്ക്കും ഏത് തരം ഫോബിയയ്ക്കും ഏറ്റവും നല്ല മറുമരുന്ന് വിവേകാനന്ദ സ്വാമിയും മഹാത്മാഗാന്ധിയും ഒക്കെയാണ്. അങ്ങനെ സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തൊരു അവസരവും ഞാൻ പറയാം. കൗതുകമാണ്, കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. അതായത് ഇത് ഇസ്ലാമിനെ കുറ്റം പറയുന്ന പാശ്ചാത്യർ 100 വർഷം മുമ്പാണ്. പാശ്ചാത്യരുടെ ഇടയിൽ ഒരു ഡിബേറ്റിന്റെ പോയിന്റിൽ സ്വാമി വിവേകാനന്ദൻ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത്യാവേശം തോന്നുന്ന സന്ദർഭമാണ്. കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. പക്ഷേ അതാണ് വിവേകാനന്ദ സ്വാമിയിലെ നല്ല ഹിന്ദു, നല്ല വിശ്വാസി, നല്ല മനുഷ്യൻ. അദ്ദേഹം രവീന്ദ്രൻ സാറിന്റെ തെറ്റായ നിലപാട് കേട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതാണ് രവീന്ദ്രൻ സാറിന്റെ നിലപാട്. ഞാൻ if you tolerate Islam, Islam will grow. When Islam grows, it will not tolerate you. എന്ത് അബദ്ധജടിലവും കള്ളവുമാണ് പറയുന്നത്. ഈ മധ്യപൂർവ്വേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ മുസ്ലിം രാജ്യങ്ങളിലല്ലേ നമ്മുടെ കേരളത്തിലെ നല്ലൊരു ശതമാനം മലയാളികളും ഇന്ത്യയിൽ ഒരുപാട് പേരും ജോലി ചെയ്യുന്നത്. ഇന്ന് പാശ്ചാത്യർ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായി കാണുന്ന സ്ഥലങ്ങളിലൊന്ന് ദുബായ്, മിഡിൽ ഈസ്റ്റും അല്ലേ. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ, മുസ്ലിങ്ങളുള്ള ഇസ്ലാമുള്ള രാജ്യമായ ഇന്തോനേഷ്യയിൽ രാമനും സീതയും ഒക്കെ കോമൺ പേരുകളാണ്. ഇന്തോനേഷ്യയിൽ ഗരുഡ ഇന്തോനേഷ്യ എന്നാണ് അവരുടെ ഫ്ലൈറ്റിന്റെ പേര്. അവിടെ ബാങ്ക് ഗണേശയുണ്ട്. രാമായണമാണ് അവിടെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. എത്രയോ രാജ്യങ്ങൾ സംസ്കാരം അല്ലെങ്കിൽ ആഘോഷപൂർവ്വം, സൗഹാർദ്ദപൂർവ്വം വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. കള്ളമാണ്. അവസരം വിനിയോഗിച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കണം. ആഹാ, അവനവിടെ കിട്ടി, അവൻ ലണ്ടനിൽ പോയി നാണം കെട്ടു. ലണ്ടനിൽ പോയി മണ്ടനായത് അങ്ങോട്ട് ചെന്ന് അടിമേടിച്ചതല്ലേ. അങ്ങോട്ട് ചെന്ന് ഖുറാനിൽ ഇല്ലാത്ത കാര്യം ഖുറാനിലുണ്ടെന്ന് പറഞ്ഞ് ChatGPT നോക്കിയിട്ട് അയ്യോ എനിക്ക് നെറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. ആരാ ചെയ്തെന്നുള്ളതാണ് നോക്കുന്നത്. എസ് മുസ്ലിംസ് അങ്ങനെ സാധനം ഇല്ലേ? ഉണ്ട്. ഇനി പുള്ളി എക്സ് മുസ്ലിംസിനെ തല്ലി പറയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? രവീന്ദ്രൻ സാറും ആരിഫ് ഹുസൈനും പറയുന്ന രീതിയിൽ ഇസ്ലാമോഫോബിയ അവർ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ ലിയാഖത്ത് ആകട്ടെ, ജബ്ബാർ മാഷ് ആകട്ടെ, ഇവരൊക്കെ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ചെയ്യുന്നത്. അവരുടെ നിലപാടുകളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ലിയാഖത്തൊക്കെ ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നാൽ അവരുടെ നിലപാട് നിറയിൽ നിന്നാണ് നിരീശ്വരവാദം പറയുന്നത്. ജബ്ബാർ മാഷും അതുപോലെ തന്നെ വളരെ സെൻസിബിൾ ആണ്. ഇതുപോലെയാണ് ശ്രീ യു കലാനാഥൻ, അല്ലെങ്കിൽ നമ്മുടെ സനൽ എടമറുക് സാർ. ഇവരൊക്കെ വളരെ സെൻസിബിൾ ആയിട്ട് വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ മതവിമർശനവും ദൈവവിമർശനവും ഉണ്ടാകുമ്പോഴും അതിന് ഒരു മിതത്വവും റെസ്പോൺസിബിലിറ്റിയും അവർ പാലിക്കും. പലപ്പോഴും രവീന്ദ്രൻ സാർ അത് പാലിക്കാറില്ല, ആരിഫ് ഹുസൈൻ ബ്രോ അത് പാലിക്കാറില്ല. അങ്ങനെ വ്യാഖ്യാനങ്ങളില്ല, ഉണ്ട്. അയാൾക്ക് ആ സമയത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, അയാളുടെ ആ ഒരു സമയത്ത് ഒരു വണ്ടി മിസ്സായി പോയി, അടുത്ത വണ്ടി മിസ്സായതല്ല സാർ, പച്ചയ്ക്ക് കള്ളം പറഞ്ഞതാണ്. അതായത് ഖുറാനിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാനുണ്ട്. കുറച്ചുകൂടെ മോശമായിട്ടാ പറയുന്നത്, ഞാൻ പറയുന്നില്ല. അവസാനം ഇത് ഖുറാനിലില്ല. പോകുന്നു. അല്ല, അതങ്ങ് ആഘോഷിക്കണം. ഇവൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? മലയാളികൾക്ക് തന്നെ നാണക്കേടായി പോയിരിക്കും.
സർവ്വ മെഡിറ്ററേനിയൻ തീരത്തുള്ളവർക്കും നാണക്കേടായിരിക്കും. സാറിന് ആ പരാജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ കൊളീഗാണ് ആരിഫ് ഹുസൈൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കൊളീഗ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൊളീഗും ഒക്കെയാണ്. ആ പരാജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇസ്ലാമിനെതിരെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മാറ്റമുണ്ടാക്കാൻ ശേഷിയുള്ള വിമർശനങ്ങളെ ആദ്യമായി ചെന്ന് തടയുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിമാണ്. ഇപ്പൊ എക്സ് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല. ഇസ്ലാമിന്റെ മുന്നിൽ ഇവരൊരു നല്ല പിള്ളയാകും. നോക്കൂ, നിങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാ ബാക്കി കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ലവനെ നോക്കൂ, ലവൻ വളരെ മോശം. അവർ ഹജ്ജിന് പോവില്ല, സക്കാത്ത് കൊടുക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. അവരാരും വിശ്വാസികളല്ല. അതായത് പക്ഷെ അവർക്ക് ഇസ്ലാമോഫോബിയ ഇല്ല. ഈ വ്യത്യാസം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ആ വ്യത്യാസം ഞാൻ സ്വാമി വിവേകാനന്ദന്റെ ജീവിതം വെച്ച് പറയാം. സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്ത് പോകുമ്പോൾ പല ഡിബേറ്റ്സിലും പങ്കെടുക്കാറുണ്ട്. രസകരമായ സംഭവമാണ്. സ്വാമി വിവേകാനന്ദന്റെ അങ്ങനെ പങ്കെടുത്തൊരു ഡിബേറ്റാണ് സൈക്കിക് ഫിനോമിന, അഥവാ മനഃശാസ്ത്രപരമായ അതീന്ദ്രിയമായ കാര്യങ്ങൾ ശാസ്ത്രീയമായ ബേസിൽ തെളിയിക്കാൻ കഴിയുന്നു. ഈ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാള് എണീച്ച് എന്ന് പറഞ്ഞു, മുസ്ലിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അധിക്ഷേപിച്ച് ഇന്നും നമ്മൾ കേൾക്കുന്ന ട്രോപ്പാണ്, മുസ്ലിങ്ങൾക്ക് സ്ത്രീകളെ അടിച്ചമർത്തുന്നു തുടങ്ങിയ ധാരാളം ട്രോപ്പുകൾ അല്ലെങ്കിൽ ധാരാളം പ്രൊപ്പഗാൻഡകളുണ്ട്. അപ്പോൾ അവർ മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾ ആത്മാവില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്ന് അവിടുത്തെ ഒരു പാശ്ചാത്യ ലോകത്തെ ഒരു വ്യക്തി, ഒരു വെസ്റ്റേണർ എണീച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ ഭാഷ ഒരു ക്രിസംഗി എണീച്ചു എന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോ വിവേകാനന്ദ സ്വാമിയുടെ എക്സാക്ട് വാക്കുകളാണ്. വൺ പോയിന്റ് ഐ വോണ്ട് ടു റിമാർക്ക് അപ്പോൾ. നിങ്ങൾ പറഞ്ഞതിൽ ഒരു പോയിന്റ്, അതായത് ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം സൈഡിൽ മാറ്റി വെച്ചിട്ട് വിവേകാനന്ദ സ്വാമി പറയാൻ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു മിസ്റ്റേക്കൺ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. മുഹമ്മദൻസ്, അത് മുസ്ലിങ്ങൾ എന്നേക്കാൾ കൂടുതൽ മുഹമ്മദൻസ് എന്നാണ് വിളിക്കുന്നത്. മുഹമ്മദൻസ് സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്ന പ്രസ്താവന തെറ്റാണ്. ഐ എം വെരി സോറി ടു സേ ഇറ്റ് ഈസ് ആൻ ഓൾഡ് മിസ്റ്റേക്ക് എമോങ് യു വെസ്റ്റേണേഴ്സ്. അതായത് ഞാൻ വളരെ വിഷമത്തോടെ പറയട്ടെ, നിങ്ങൾ ഈ പാശ്ചാത്യ ലോകത്തിലെ ചില ആൾക്കാരുടെ ഇടയിലുള്ള വളരെ തെറ്റായ ഒരു പ്രചാരണം മാത്രമാണത്. അതായത് ഇത് കേൾക്കാൻ ഒരു മുസ്ലിം ഇല്ല, ഇരിക്കുന്നതെല്ലാം പാശ്ചാത്യരാണ്. ആ പാശ്ചാത്യരോട് പറയുകയാണ് നിങ്ങളുടെ ഇടയിലുള്ള തെറ്റാണ് എന്ന്. ഇത് ദേ സീം ടു ലൈക്ക് ദാറ്റ് മിസ്റ്റേക്ക്. നിങ്ങൾ ഈ പാശ്ചാത്യർക്ക് ഈ മിസ്റ്റേക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നും എനിക്ക് തോന്നുന്നു. ഇത് ഒരു പെക്യൂലിയാരിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചറാണ്, മനുഷ്യന്റെ നേച്ചറിലെ ഒരു പെക്യൂലിയാരിറ്റി അല്ലെങ്കിൽ പ്രത്യേകതയാണ്. പീപ്പിൾ വാണ്ട് ടു സേ സംതിങ് വെരി ബാഡ് അബൌട്ട് അതേഴ്സ് ഹും ദേ ഡു നോട്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് കള്ളം പറയുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് ചീത്ത പറയുക, ഇത് മനുഷ്യ പ്രകൃതിയാണ്. ആ പ്രകൃതം കാരണമാണ് നിങ്ങളിത് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു മുസ്ലിം അല്ല, ഞാനൊരു മുഹമ്മദനല്ല, പക്ഷേ ഐ ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് സ്റ്റഡിയിങ് ദിസ് റിലീജിയൻ. ഇസ്ലാം പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു വാക്ക് പോലും, there is not even one word in Quran that says women have no souls. സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് ഒരു വാക്ക് പോലും, വരി കൊണ്ട് പോലും ഖുറാൻ പരാമർശിക്കുന്നില്ല. നേരെ തിരിച്ച്, ബട്ട് ഇൻഫാക്ട് ഇറ്റ് സേസ് ദേ ഹാവ്. അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് അത് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വിവേകാനന്ദനാണ് നമ്മുടെ മാതൃക, ഗാന്ധിജിയാണ് നമ്മുടെ മാതൃക, സ്വാമി വിവേകാനന്ദനാണ് ഹിന്ദു. ഈ തീവ്ര ഹിന്ദുത്വവാദികളല്ല, ഗോഡ്സേവാദികളല്ല. മഹാത്മാഗാന്ധിയാണ് ഹിന്ദു. മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ അല്ല. ആ വിവേകാനന്ദന്റെ പാതയിൽ, മഹാത്മാഗാന്ധിയുടെ പാതയിൽ ഇസ്ലാമോഫോബിയ നമുക്ക് പ്രതിരോധിക്കാം, ക്രിസ്ത്യൻ ഫോബിയ നമുക്ക് പ്രതിരോധിക്കാം, ഹിന്ദു ഫോബിയ നമുക്ക് പ്രതിരോധിക്കാം. ഇനി നിരീശ്വരവാദികളോടും ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവരെയും ബഹുമാനത്തോടെ ഞാൻ കാണുന്നത്. പക്ഷെ അവരുടെ നിഗമനത്തോടും ആശയത്തോടും വിയോജിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് രവീന്ദ്രൻ സാറിനോട് വിയോജിക്കുന്നത്, ആരിഫ് ഹുസൈൻ ബ്രോയോട് വിയോജിക്കുന്നത്. എന്തായാലും ആ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് പഠിക്കാൻ കഴിയട്ടെ. ഈ നിരീശ്വരവാദികൾക്കിടയിലുള്ള ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറെ കൂടെ മോഡറേറ്റും റെസ്പോൺസിബിളുമായി സംസാരിക്കുന്ന ജബ്ബാർ മാഷിനെ ഇഷ്ടമല്ല, ലിയാഖത്ത് അലിയെ ഇഷ്ടമല്ല. ലിയാഖത്ത് അലിയും ജബ്ബാർ മാഷും നേരത്തെ പറഞ്ഞതുപോലെ റെസ്പോൺസിബിളായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അവരുടെ നിഗമനത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അവർ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ്. ഇസ്ലാമോഫോബിയയിൽ വെള്ളം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കലാണ് പലപ്പോഴും ആരിഫ് ഹുസൈൻ ചെയ്യുന്നത്, രവീന്ദ്രൻ സാർ ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വത്തോടു കൂടി മതവിമർശനം നടത്താൻ അവർക്ക് കഴിയട്ടെ. ശ്രീ യു കലാനാഥൻ എന്ന നിരീശ്വരവാദി പറഞ്ഞതുപോലെ വിശ്വാസിയുടെ വികാരത്തെ വ്രണപ്പെടുത്തലല്ല, വിചാരത്തെ പിടിച്ചു കുലുക്കലാണ് യുക്തിവാദവും. ആ രീതിയിൽ നല്ല യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ടാകട്ടെ. ആത്യന്തികമായി സ്വാമി വിവേകാനന്ദന്റെയും ഗാന്ധിജിയുടെയും പാതയിൽ പോകാൻ നമുക്ക് ഏവർക്കും, അതായത് ആത്മീയ മതസൗഹാർദ്ദ പാതയിൽ പോകാൻ വ്യത്യസ്ത വിശ്വാസികൾക്ക് കഴിയട്ടെ. ജയ് ഹിന്ദ്.